നമ്മൾ ഇന്ന് മുതൽ 4 ഞായറാഴ്ചകളിലായി എടുത്ത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എല്ലാ ഭാരതീയരും അതേപോലെ തന്നെ ലോകത്തിലുള്ള തത്വകാംക്ഷികളും ഒരേപോലെ അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്. അതിനെ പുരുഷാർത്ഥം അല്ലെങ്കിൽ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയും. പുരുഷാർത്ഥങ്ങൾ 4 ഭാരതീയ ഋഷിമാർ വിഭാവനം ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ 4 പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് ഒരു മനുഷ്യൻ അറിയാതെ പോവുകയാണെങ്കിൽ അവന് ജീവിതത്തിൻ്റെ ഒട്ടേറെ സൗഭാഗ്യ മേഖലകൾ നഷ്ടപ്പെടാനിടയുണ്ട്. മാത്രമല്ല, ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാനോ ചിട്ടപ്പെടുത്തുവാനോ ജീവിതത്തിന് വ്യക്തമായ ഒരു ഓറിയൻറ്റേഷൻ, ഉന്മുഖത കൊണ്ടുവരാനോ അവന് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ടാണ് ആധുനിക യുഗത്തിൽ ഇത്ര അധികം വിനോദ ഉപാധികൾ ഉണ്ടായിട്ടും മനുഷ്യൻ വിരസത കൊണ്ടും ബോറടി കൊണ്ടും ജീവിതത്തെ കൂടുതൽ വെറുത്തു പോകുന്നത്. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് വെറുപ്പും വിരസതയും മടുപ്പും ഒക്കെ വരാൻ കാരണം ലക്ഷ്യബോധം ഇല്ലാത്ത ഒരു ജീവിതം മനുഷ്യൻ ജീവിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ഒരു വ്യക്തമായ ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുത്ത് പടിപടിയായി ആ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുന്ന ഒരു ജീവിതക്രമം എത്രയോ വർഷങ്ങളായി ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ സജ്ജനങ്ങൾ പിന്തുടർന്നു പോരുന്നുണ്ട്. ഒട്ടേറെ പേർക്കും ഈ അന്വേഷണ മേഖല അറിയാത്തത് കൊണ്ട് അവർ സാധാരണ സുഖങ്ങളിലും സാധാരണ അന്വേഷണങ്ങളിലും സാധാരണ ഭോഗങ്ങളിലും മാത്രമാണ് അവർ കുടുങ്ങിക്കിടക്കുന്നത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ പദങ്ങളെല്ലാം നമ്മൾ നല്ലവണ്ണം കേട്ടിട്ടുണ്ട്. മോക്ഷം വേണം എന്ന് പലരും പറയാറുമുണ്ട്. ജീവിതത്തിൽ ഒരു മുക്തി വേണം. നിരന്തരം നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ, നിരന്തരം നരകയാതനകൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഈ കഷ്ടപ്പാടുകളിൽ നിന്നും വേദനകളിൽ നിന്നും ഒരു മുക്തി വേണമെന്ന് നമ്മൾ സാധാരണ മനുഷ്യർ പോലും ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല, ശരിയായ ഒരു ജീവിതം നമുക്ക് ജീവിക്കാൻ കഴിയണമെന്നും ആ നല്ല ജീവിതത്തെക്കുറിച്ചും നമുക്ക് എല്ലാവർക്കും ഒരു കാഴ്ചപ്പാടൊക്കെയുണ്ട്. ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ, ഒരാൾ തെറ്റ് കാണിക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറയാനുള്ള അറിവും വിവേകവും ഒക്കെ മിക്ക ആളുകളിലും കാണുന്നുണ്ട്. എന്താണ് അവൻ നേടിയെടുക്കേണ്ടതെന്ന് ഭൗതിക ജീവിതം കൊണ്ട് ഒട്ടേറെ പേർക്കൊക്കെ അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. സമ്പത്ത് ആർജിക്കണം, സുഖഭോഗങ്ങൾ അനുഭവിക്കണം, ഇതൊക്കെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ലോകത്തിലുള്ള എല്ലാ അന്വേഷണ മേഖലകളെയും ജീവിതത്തിൻ്റെ സർവ്വവിധമായ വ്യാപാരങ്ങളെയും നമുക്ക് 4 വിഭാഗങ്ങളിൽ ഒതുക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 4 കാറ്റഗറി ഓഫ് ഇൻക്വയറി എന്ന് പറയും. നമ്മുടെ അന്വേഷണത്തിന് 4 വിഭാഗങ്ങളേ ഉള്ളൂ. ഈ 4 വിഭാഗങ്ങളെ നമ്മൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ജീവിതം നമുക്ക് വേണ്ടവണ്ണം അച്ചടക്കത്തോടു കൂടിയിട്ട് ഓരോരോ വിഭാഗങ്ങളിലും ചെയ്തു തീർക്കേണ്ടുന്ന കർമ്മങ്ങളെ ക്രമാനുഗതമായിട്ട് ചെയ്യാനും അങ്ങനെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ അവൻ്റെ ചിത്തത്തിൻ്റെ ഭാരം കുറയ്ക്കാനും മോക്ഷത്തിലേക്ക് അടുക്കുവാനും മോക്ഷം അനുഭവിക്കുവാനും കഴിയുന്ന ഒരു പന്ഥാവാണ് യഥാർത്ഥത്തിൽ പൂർവ്വ ഋഷിമാർ നമുക്ക് വേണ്ടി വിഭാവനം ചെയ്ത് ജീവിക്കാനായിട്ട് ക്രമപ്പെടുത്തി പറഞ്ഞു തന്നിരിക്കുന്നത്.
ആ മേഖലകളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ശാസ്ത്രഗ്രന്ഥങ്ങളും ഇവിടെ ധാരാളമുണ്ട്. മറ്റ് രാഷ്ട്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഭാരതം അറിവിൻ്റെ അക്ഷയമായൊരു ഖനിയാണ് ഇവിടെ ഒരുക്കി വച്ചിട്ടുള്ളത്. ഒരിക്കലും നമുക്ക് അധ്യാത്മജ്ഞാനത്തിൻ്റെ ദാരിദ്ര്യം അനുഭവപ്പെടാൻ ഇടയില്ല എന്നുള്ളതാണ്. ഒന്നോ രണ്ടോ ഗ്രന്ഥങ്ങളല്ല ഇവിടെ ഉള്ളത്. ആയിരക്കണക്കിന് ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ, എല്ലാം ഒന്നിനൊന്ന് ആഴമുള്ളതും മെച്ചപ്പെട്ടതുമായിട്ടുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങളാണ്. ഭാരതത്തിൻ്റെ ആദിമ ഗ്രന്ഥങ്ങളെ വേദങ്ങൾ എന്നാണ് പറഞ്ഞു പോരുന്നത്. ഈ വേദങ്ങളിലാണ് മനുഷ്യൻ്റെ എല്ലാ ചിന്താവ്യാപാരങ്ങളെയും വിലയിരുത്തി മനസ്സിലാക്കിയിട്ട് ആ ചിന്താവ്യാപാരങ്ങൾക്കെല്ലാം ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കുന്നത് ആദ്യം. പക്ഷെ വേദങ്ങളിൽ ഈ അറിവുകളെല്ലാം അടുക്കുമുറയിലല്ല പറഞ്ഞിട്ടുള്ളത്, എല്ലാം ചിതറിക്കിടക്കുകയാണ്. വേദങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു ആചാര്യനിൽ നിന്നും ശിഷ്യൻ കാതുകൊണ്ട് കേട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് ആ സമ്പ്രദായം ഇവിടെ കാലങ്ങളായിട്ട് നിലനിന്ന് പോന്നിട്ടുള്ളത്. അത് ചെവി കൊണ്ട് കേട്ട് ആചാര്യൻ്റെ അധരത്തിൽ നിന്നും വരുന്ന മന്ത്രശബ്ദങ്ങളെ ശിഷ്യൻ ഉള്ളിൽ ശേഖരിച്ച് അവയുടെ അർത്ഥത്തെ മനനം ചെയ്ത് ആ അർത്ഥം ഒരു സംസ്കാരമായിട്ട് വന്നതാണ് ഭാരതീയ സംസ്കാരം. അപ്പോൾ ആ സംസ്കാരത്തെ നമ്മൾ അതേപോലെ തന്നെ കൊണ്ടുപോകുമ്പോഴാണ് അതിൻ്റെ വാല്യൂ, അതിൻ്റെ മൂല്യം ഒട്ടും ശോഭ പോകാതെ, അതിൻ്റെ കാന്തി നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പം അതുകൊണ്ട് എല്ലാ ശാസ്ത്രങ്ങളും പഠിപ്പിച്ചു തരുന്ന തത്വം വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് വേണം മനസ്സിലാക്കാനായിട്ട്. ഈ ശ്രദ്ധ എന്ന് പറയുന്നത് നമുക്ക് മുമ്പ് ജീവിച്ചിരുന്ന പൂർവ ഋഷിമാരിലും അവരുടെ വചനങ്ങളിലും നമുക്ക് 100% ദൃഢമായ വിശ്വാസം ഉണ്ടായിരിക്കണം. അതിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. അവർ പറഞ്ഞിട്ടുള്ളതെല്ലാം വെറുതെ പറഞ്ഞിട്ടുള്ളതല്ല. അവർ പറഞ്ഞിട്ടുള്ളതെല്ലാം അവരുടെ അനുഭവം കൊണ്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നാം ശ്രദ്ധയോടെ അവ കേൾക്കുമ്പോൾ, അവയുടെ അർത്ഥം മനനം ചെയ്യുമ്പോൾ, അവർ അനുഭവിച്ച അതേ അനുഭൂതി നമുക്കും ലഭിക്കും എന്നുള്ള ദൃഢമായ വിശ്വാസമാണ് നമുക്ക് പ്രചോദനമായിട്ട് വരേണ്ടത്. ഈ പ്രചോദനം ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. ഈ പ്രചോദനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു വഴി ആത്മഹത്യ മാത്രമാണ്. ഒരു സൂയിസൈഡൽ ടെൻഡൻസി ആയിട്ട് ഇത് മാറും. അതുകൊണ്ട് പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് ആമുഖമായിട്ട് പറയുമ്പോൾ മനുഷ്യൻ എന്നത് വളരെ അത്യപൂർവമായ ഒരു സൃഷ്ടി തന്നെയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമാണ് എല്ലാ ശാസ്ത്രങ്ങളുടെയും പ്രസക്തി ഉണ്ടായിരിക്കുന്നത്. മൃഗങ്ങൾക്ക് ഒരിക്കലും വേദങ്ങൾ ആവശ്യമില്ല. മൃഗങ്ങൾക്കും ചെടികൾക്കും ഒന്നും തന്നെ വേദങ്ങളോ അധ്യാത്മശാസ്ത്രങ്ങളോ ഒന്നും ആവശ്യമില്ല. പുരുഷാർത്ഥം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ, പുരുഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം മനുഷ്യൻ എന്നാണ്. അല്ലാതെ പുരുഷൻ എന്ന് നമ്മൾ സാമാന്യ അർത്ഥത്തിൽ മാൻ എന്നോ ആൺ എന്നോ പറയുന്ന അർത്ഥത്തിലല്ല ഇവിടെ എടുത്തിരിക്കുന്നത്. മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ്. അർത്ഥം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്നാണ് അർത്ഥം. മനുഷ്യൻ്റെ ലക്ഷ്യമാണ് പുരുഷ അർത്ഥം. മനുഷ്യനാണ് ഇവിടെ പ്രസക്തമായിരിക്കുന്ന ഒരു വ്യക്തി. മറ്റു ജീവികളെ സംബന്ധിച്ചിടത്തോളം തത്വചിന്തയുടെയോ
യോഗയുടെയോ ദാർശനികതയുടെയോ ഒന്നും ആവശ്യമില്ല. മറ്റു ജീവികൾക്ക് മനുഷ്യൻ അനുഭവിക്കുന്ന ഉത്കണ്ഠയോ ഭീതിയോ ഏകാന്തതയോ നിരാശയോ ഒന്നും തന്നെയില്ല. മനുഷ്യന് മാത്രമാണ് ഇതെല്ലാം ഉള്ളത്. മനുഷ്യനാണ് കർമ്മങ്ങൾ ചെയ്യും തോറും അഹങ്കാരം വർദ്ധിച്ചു വരുന്ന ഒരു ജീവി. അതുകൊണ്ട് മനുഷ്യനാണ് എല്ലാ ചിന്താപദ്ധതികളും പ്രസക്തമായി വരുന്നത്. അതിൻ്റെ പ്രത്യേകത, മനുഷ്യൻ വരെയുള്ള സകല ജീവികളും ഈ പ്രപഞ്ച സൃഷ്ടിയിൽ പ്രകൃതിയുടെ ചോദനയനുസരിച്ച് വാസനയനുസരിച്ച് ജീവിക്കുന്നവരാണ്. അവർക്കൊരിക്കലും പാഠപുസ്തകം നോക്കിയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഒന്നും അവർക്ക് കൂടുണ്ടാക്കാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇണ ചേരാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞുങ്ങളെ വളർത്തേണ്ട കാര്യം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഭക്ഷണം കണ്ടെത്തേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കേണ്ടത് ആവശ്യമില്ല. ആ ജീവികളെല്ലാം തന്നെ പൂർണ്ണത അനുഭവിക്കുന്നവരാണ്. അവരുടെ ആവശ്യമുള്ള വസ്തുക്കളെല്ലാം കണ്ടെത്തുവാൻ അവർക്ക് കഴിയും, മനുഷ്യനേക്കാൾ നന്നായിട്ട്. മനുഷ്യൻ മാത്രമാണ് അവൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ ദാരിദ്ര്യങ്ങൾ അനുഭവിക്കുന്നത്. സാമ്പത്തികം മാത്രമല്ല, മാനസികമായ ദാരിദ്ര്യവും മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട്. മനുഷ്യജന്മം ശ്രേഷ്ഠമാണെന്ന് പറയുകയും എന്നാൽ മൃഗങ്ങളെക്കാൾ ദുഃഖപൂരിതമായിരിക്കുന്ന ജീവിതം മനുഷ്യൻ അനുഭവിക്കുകയും ചെയ്യുന്നത് ഒരു വൈരുദ്ധ്യം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി എന്താണ് മനുഷ്യജന്മത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് മനസ്സിലാക്കണം.